തീക്ഷ്ണമായ വിശ്വാസം കൊണ്ട് നിറഞ്ഞ് എന്റെ കർത്താവേ എന്റെ ദൈവമേ എന്ന് പ്രഘോഷിച്ച തോമാസ് ലീഹയാണ് ക്രിസ്തുവർഷം ആദ്യ ശതകത്തിൽ തന്നെ ദക്ഷിണേന്ത്യയിൽ ക്രിസ്തീയ വിശ്വാസം പ്രചരിപ്പിച്ചത്. അദ്ദേഹം AD 52 മുസിരീസ് കൊടുങ്ങല്ലൂർ തുറമുഖത്ത് കപ്പലിറങ്ങി എന്നാണ് പാരമ്പര്യം. വളരെ പേരെ അദ്ദേഹം ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് കൂട്ടിക്കൊണ്ട് ദേവാലയങ്ങൾ സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട്. കൊടുങ്ങൂര്, പാലയൂർ, കോട്ടക്കാവ്, തെക്കൻ പള്ളിപ്പുറത്ത് കൊക്കമംഗലം, തിരുവല്ലയ്ക്കടുത്ത് നിരണം, കൊല്ലം, നിലയ്ക്കലിനടുത്ത് ചായൽ എന്നീ സ്ഥലങ്ങളിൽ ദേവാലയങ്ങൾ സ്ഥാപിച്ചുവെന്നാണ് മാർത്തോമാ നസ്രാണികളുടെ ശക്തമായ പാരമ്പര്യം. AD 72 അദ്ദേഹം രക്തസാക്ഷിത്വം വരിച്ചത് മൈലാപ്പൂരിൽ സ്ഥിതി ചെയ്യുന്ന സ്ലീഹായുടെ കബറിടം ആദ്യ നൂറ്റാണ്ട് മുതൽ പ്രശസ്ത തീർത്ഥാടന കേന്ദ്രമാണ്. ക്രിസ്തുവിന്റെ ജനനത്തിനും വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പ്രാചീന റോമൻ സാമ്രാജ്യവും ദക്ഷിണേന്ത്യയുമായി സമുദ്രമാർഗമുള്ള സുദൃഢമായ കച്ചവട ബന്ധം നിലനിന്നിരുന്നു എന്നതിന് ചരിത്രപരമായ ഈ തെളിവുകൾ തന്നെ ധാരാളമാണ്. മലബാറിലെ മുസിരീസ്, ഇന്നത്തെ കൊടുങ്ങല്ലൂർ, ലോകത്തെ പ്രധാനപ്പെട്ട തുറമുഖങ്ങളിലൊന്നും കച്ചവട കേന്ദ്രവുമായിരുന്നു. ഗ്രീക്ക് റോമൻ ലോകത്തേക്ക് വിവിധ സുഗന്ധദ്രവ്യങ്ങൾ കയറ്റുമതി ചെയ്തിരുന്നത് പ്രധാനമായും മുസിരീസിൽ നിന്നായിരുന്നു. ദക്ഷിണേന്ത്യയിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഖനനത്തിലൂടെ ലഭ്യമായ റോമൻ സ്വർണ്ണ നാണയങ്ങൾ ഈ കച്ചവട ബന്ധത്തിന്റെ ശക്തമായ തെളിവാണ്. ചുരുക്കത്തിൽ ക്രിസ്തുവർഷം ആദ്യ നൂറ്റാണ്ടിന്റെ മധ്യകാലത്ത് തോമാസ് ലീഹയ്ക്ക് ഭാരതത്തിലെത്തുക ദുഷ്കരമായിരുന്നില്ല എന്നത് വ്യക്തമാണ്. സഭാപിതാക്കന്മാരുടെ സാക്ഷ്യം പാശ്ചാത്യ പൗര സഭാപിതാക്കന്മാരായ വിശുദ്ധ എപ്രേം, സിറിലോണിയ, മിലാനിലെ വിശുദ്ധ അംബ്രോസ്, വിശുദ്ധ ജോൺ ക്രിസ്റ്റോസം, വിശുദ്ധ ജെറോം, ബ്രേഷ്യയിലെ വിശുദ്ധ ഗൗതംഷ്യസ്, നോഡയിലെ വിശുദ്ധ പൗളിനോസ്, സരൂരിലെ ജേക്കബ്, ഭാഗ്യപ്പെട്ട വിശുദ്ധ ബീഡ്, ടൂർസിലെ വിശുദ്ധ ഗ്രിഗറി ദി ഗ്രേറ്റ്, വിശുദ്ധ ഇസ്ദോർ ഓഫ് സിബിൽ എന്നിവർ നേരിട്ടോ അല്ലാതെയോ വിശുദ്ധ തോമാസ് ലീഹയുടെ ഭാരത പ്രേക്ഷിതത്തെയും രക്തസാക്ഷിത്വത്തെയും സാക്ഷ്യപ്പെടുത്തുന്നു. ഈ പാശ്ചാത്യ പൗരത്യ സഭാപിതാക്കന്മാരുടെ സാക്ഷ്യങ്ങൾ ക്രിസ്തുവിന്റെ 12 അപ്പസ്തോലന്മാരിൽ ഒരുവനായ തോമാസ് ലീഹയുടെ ഭാരത പ്രേക്ഷിതത്തെയും മരണത്തെയും കുറിച്ചുള്ള അക്കാലത്തെ സഭാത്മകമായ ബോധ്യം തന്നെയാണ് വ്യക്തമാക്കുന്നത്. മാർത്തോമാസ് ലീഹയുടെ പ്രേക്ഷിതത്വം പ്രാചീന സാംസ്കാരിക കേന്ദ്രവുമായ ഭാരതത്തിലാണെന്നത് സംശയരഹിതമായ വസ്തുതയായി സഭാപിതാക്കന്മാർ കരുതിയിരുന്നു. അതുകൊണ്ട് തന്നെ ആ പ്രേക്ഷിത കേന്ദ്രത്തെ പറ്റിയുള്ള വിശദമായ വിവരങ്ങളോ അതിന്റെ പ്രത്യേകമായ പാരിസ്ഥിതിക പഠനമോ നടത്താൻ സഭാപിതാക്കന്മാർ തുനിഞ്ഞിട്ടുമില്ല. ആരാധനാക്രമ തെളിവുകൾ സഭയുടെ ആരാധനാക്രമവും വിശ്വാസവും പാരമ്പര്യങ്ങളും സംരക്ഷിക്കുകയും തലമുറകളിലേക്ക് അത് കൈമാറുകയും ചെയ്യുന്നു. പൗരസ്ത്യ പാശ്ചാത്യ സഭകളുടെ ആരാധനാക്രമങ്ങൾ പ്രത്യക്ഷമായും പരോക്ഷമായും മാർത്തോമാസ് ലീഹയുടെ ഭാരത പ്രേക്ഷിതത്തെയും രക്തസാക്ഷിത്വത്തെയും പറ്റി വ്യക്തമായി പ്രതിപാദിക്കുന്നുണ്ട്. പ്രാചീന രക്തസാക്ഷിത്വ ചരിത്രത്തിലും ആരാധനാക്രമ പഞ്ചാംഗങ്ങളിലും വിശുദ്ധ തോമാസ് ലീഹായെ ഭാരത സഭയോട് ബന്ധപ്പെടുത്തിയാണ് പ്രതിപാദിക്കുന്നത്. ഭാരതത്തിൽ ക്രിസ്തീയ വിശ്വാസം പ്രചരിപ്പിക്കുകയും രക്തസാക്ഷിത്വം വഹിക്കുകയും ചെയ്ത മാർത്തോമാസ് ലീഹായെ അനുസ്മരിക്കാത്ത പ്രാചീന ആരാധനാക്രമ പാരമ്പര്യങ്ങൾ ഒന്നും തന്നെ ക്രൈസ്തവ ലോകത്ത് പ്രചരിപ്പിച്ചിട്ടില്ല എന്നതാണ് സത്യം. അപ്രമാണിക രചനകൾ, പ്രാചീന കൃതികളായ യൂദാ തോമന്മാരുടെ നടപടികൾ, സ്ലീഹന്മാരുടെ പഠനങ്ങൾ, തോമായുടെ പീഡാസഹനം തുടങ്ങിയ മാർത്തോമാസ് ലീഹയുടെ ഭാരത പ്രേക്ഷിതത്തെയും രക്തസാക്ഷിത്വത്തെയും പറ്റി പ്രതിപാദിക്കുന്ന കൃതികളാണ്. 3-ാം ശതകത്തിൽ സുറിയാനി ഭാഷയിൽ എഴുതപ്പെട്ടതെന്ന് കരുതുന്ന യൂദാ തോമായുടെ നടപടികൾ എന്ന കൃതിക്ക് ലഭിച്ച പ്രാധാന്യം കണക്കിലെടുക്കേണ്ടിയിരിക്കുന്നു. യൂദാ തോമായുടെ നടപടി കൃതിയിൽ പറയും പ്രകാരം ഗുണ്ടഫർ അഥവാ ഗുണ്ടഫോറസ് രാജാവിന്റെ സഹായത്തോടെയാണ് മാർത്തോമാസ് ലീഹ ഭാരതത്തിലെത്തുന്നത്. ഗുണ്ടഫോറസ് രാജാവിന്റെ കൊട്ടാരത്തിലെ പ്രവർത്തനങ്ങൾക്ക് ശേഷം സ്ലീഹ തന്റെ അന്ത്യപ്രേക്ഷിതരംഗമായ മിസ് ദേവോസിൽ എത്തുകയും അവിടെ മരിക്കുകയും ചെയ്തു. ഈ രാജ്യം മദ്രാസിലാണെന്ന് പാരമ്പര്യം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. യൂദാ തോമായുടെ നടപടികളുടെ ഐതിഹ്യപരവും കഥാപരവുമായ രൂപത്തിനുള്ളിലും സ്ലീഹായുടെ ഭാരതത്തിലെ മതപ്രചാരണത്തിന്റെ രക്തസാക്ഷിത്വത്തിന്റെയും ചരിത്രപരമായ ഒരു മാനം കണ്ടെത്താൻ കഴിയും. ഗുണ്ടഫോറസ് എന്നൊരു രാജാവ് ക്രിസ്തുവർഷം 1-ാം നൂറ്റാണ്ടിന്റെ ആദ്യപാദത്തിൽ ഭാരതത്തിൽ ഭരണം നടത്തിയിരുന്നുവെന്ന് സമകാലിക ഗവേഷണങ്ങളിലൂടെ കണ്ടെത്തിയത് തോമായുടെ നടപടികൾ എന്ന കൃതിയുടെ വിശ്വാസ്യത കൂട്ടുന്നു. പ്രാദേശിക പാരമ്പര്യങ്ങൾ, തോമാസ് ലീഹായുടെ പ്രേക്ഷിത പ്രവർത്തനവും രക്തസാക്ഷിത്വവും കബറടക്കത്തിന്റെ വിവരണവുമൊക്കെ നാടൻ പാട്ടുകളുടെയും അനുഷ്ഠാന കലകളുടെയും രൂപത്തിൽ പ്രാചീന കാലം മുതൽ പ്രചരിച്ചിട്ടുണ്ട്. ഇവ പിന്നീട് ലിഖിത രൂപത്തിലാവുകയും ഇന്ന് നിലനിൽക്കുകയും ചെയ്യുന്നു. പ്രശസ്തമായ മാർക്കംകളി, റമ്പാൻ പാട്ട്,
വീരടിയാൻ പാട്ട് തുടങ്ങിയ കഥാഗാനങ്ങളിലൊക്കെ ക്രിസ്തീയ ഭവനങ്ങളിൽ വിവാഹാവസരങ്ങളിലും മറ്റു ആഘോഷ ദിനങ്ങളിലും പാട്ടുകളായും അനുഷ്ഠാന കലകളായും അവതരിപ്പിക്കുകയും ചെയ്തിരുന്നു. തോമാസ് ലീഹ കൊടുങ്ങല്ലൂരിൽ കപ്പലിറങ്ങിയതും തുടർന്നുള്ള വിവിധ പ്രവർത്തനങ്ങളും മറ്റുമാണ് ഇവയുടെ പ്രതിപാദ്യ വിഷയം. പൂർവികർ ഈ പൈതൃകങ്ങൾ വിശ്വസ്തതാപൂർവം കാത്തു സൂക്ഷിക്കുകയും തലമുറകളായി ഇടമുറിയാതെ കൈമാറുകയും ചെയ്തു പോന്നു. തോമാസ് ലീഹയുടെ ഭാരത പ്രേഷിതത്വത്തെക്കുറിച്ചുള്ള ശക്തമായ ഒരു പാരമ്പര്യമായി നൂറ്റാണ്ടുകളായി ലക്ഷോപലക്ഷം മനുഷ്യ മനസ്സുകളിലേക്ക് പതിഞ്ഞു കഴിഞ്ഞ ഇത് ചരിത്രത്തിന്റെ കുത്തൊഴുക്കിൽ ഇനിയും ഒലിച്ചു പോയിട്ടില്ല. എന്നാൽ മാർ തോമാസ് ലീഹയുടെ ഭാരത പ്രേഷിതത്വത്തെ സമകാലിക ചരിത്രരേഖകളുടെ അഭാവത്തിൽ സംശയിക്കുന്നവർക്ക് മാർ തോമാസ് ലീഹ ഭാരതത്തിൽ വന്നിട്ടില്ല എന്ന് സ്ഥാപിക്കുന്നതിന് ഉതകുന്ന രേഖാപരമായതോ പുരാവസ്തുപരമായ തെളിവുകൾ ഒന്നും തന്നെ ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. തോമാസ് ലീഹ മൈലാപ്പൂരിൽ വെച്ച് രക്തസാക്ഷിയായി മരിച്ചെന്നും അവിടെ തന്നെ സംസ്കരിക്കപ്പെട്ടു എന്നുമാണ് പാരമ്പര്യം. തോമാസ് ലീഹയുടെ മരണശേഷം മൈലാപ്പൂർ മാർത്തോമാ നസ്രാണികളുടെ തീർത്ഥാടന കേന്ദ്രമായി മാറുകയും വളരെ കാലത്തേക്ക് അവരുടെ മെത്രാന്റെ ആസ്ഥാന കേന്ദ്രമായി തീരുകയും ചെയ്തിരുന്നു. 1942 മുതൽ വർഷത്തോളം കത്തോലിക്കരും അകത്തോലിക്കരും അക്രൈസ്തവരുമായ മാർത്തോമാ ഭക്തന്മാർ ഏകകണ്ഠമായി അംഗീകരിക്കുന്ന മാർ തോമാസ് ലീഹയുടെ കബറിടമാണ് മൈലാപ്പൂരിൽ ഉള്ളത്. 1776 നവംബർ 14 മുതൽ 1789 മാർച്ച് 10 വരെ മലബാറിൽ താമസിക്കുകയും സ്വന്തം നാടിനേക്കാളേറെ ഈ നാടിനെ അടുത്തറിയുവാൻ കഴിഞ്ഞുവെന്ന് അഭിമാനിക്കുകയും ചെയ്ത കർമ്മലീത്ത മിഷണറി പൗളിനോ ദ സാൻ ബർത്തലോമ ഇറ്റലിയിലേക്ക് മടങ്ങിപ്പോയ ശേഷം എഴുതുന്നത് ഇങ്ങനെയാണ്: ക്രൈസ്തവരും അക്രൈസ്തവരുമായ എല്ലാ ഭാരതീയരും ഉറപ്പിച്ച് പറയുന്നത് മൈലാപ്പൂരിലെ മലയിലാണ് മാർ തോമാസ് ലീഹ കൊല്ലപ്പെട്ടതെന്നാണ്. വിശുദ്ധ തോമാസ് ലീഹ മൈലാപ്പൂരിൽ മരണമടഞ്ഞുവെന്നുള്ള അവരുടെ അപരിചിതവും തീഷ്ണവുമായ വിശ്വാസം വിശുദ്ധ പത്രോസ് റോമിൽ മരണമടഞ്ഞുവെന്ന യൂറോപ്യൻ ക്രിസ്ത്യാനികളുടെ വിശ്വാസത്തിന് തുല്യമാണ്. മൈലാപ്പൂരിലെ പ്രാചീന കബറിടം മാത്രമാണ് മാർ തോമാസ് ലീഹയുടെ ഭൗതിക അവശിഷ്ടങ്ങൾ സംഭവിച്ച ഏക കബറിടമായി വിലയിരുത്തപ്പെടുന്നത്. മാർ തോമാസ് ലീഹയുടെ മൈലാപ്പൂരിലെ കബറിടത്തെ സംബന്ധിച്ചുള്ള പാരമ്പര്യ വിശ്വാസവും ഭാരതത്തിലോ വിദേശത്തിലെവിടെയോ സ്ലീഹായുടെ കബറിടമുള്ളതായി ആരും അവകാശപ്പെടാത്തതും മൈലാപ്പൂരിലെ സ്ലീഹായുടെ കബറിടത്തിന്റെ വിശ്വാസ്യതയ്ക്ക് ഉറപ്പു നൽകുന്നു. മൈലാപ്പൂരിലെ മാർ തോമാസ് ലീഹയുടെ കബറിടം ചരിത്രപരമല്ലാത്ത അടിത്തറയില്ലാത്ത ഒരു കെട്ടുകഥ മാത്രമായിരുന്നുവെങ്കിൽ അത് മെനഞ്ഞെടുത്തവർ അദ്ദേഹത്തിന്റെ പ്രവർത്തന രംഗമായിരുന്ന കേരളത്തിൽ നിന്ന് അകലെ തമിഴ്നാട്ടിലെ ഒരു ഗ്രാമത്തിൽ പ്രസ്തുത കബറിടത്തെ പ്രതിഷ്ഠിക്കുമായിരുന്നില്ല. മാർത്തോമാ നസ്രാണികളുടെ ആധ്യാത്മിക ജീവിതത്തിൽ ഒരു സുപ്രധാന സ്ഥാനമാണ് മാർ തോമാസ് ലീഹായുടെ കബറിടത്തിനുള്ളത്. 1599 ഉദയംപേരൂർ സുനഹദോസ് വരെ മാർത്തോമാ നസ്രാണികൾ കൃത്യമായ കാലങ്ങളിൽ മൈലാപ്പൂരിലേക്ക് തീർത്ഥാടനം നടത്തുകയും തീർത്ഥാടകരായ മാർത്തോമാ നസ്രാണികൾ കബറിടത്തിൽ നിന്ന് മണ്ണെടുത്തുകൊണ്ട് വരികയും അത് പുണ്യകർമ്മങ്ങളിലേക്ക് ഉപയോഗിക്കുകയും ചെയ്തിരുന്നു. യഹൂദ സാന്നിധ്യം BC 10-ാം ശതകം മുതൽ ദക്ഷിണേന്ത്യയും യഹൂദരുമായി വ്യാപാര ബന്ധമുണ്ടായിരുന്നു. അക്കാലത്ത് യഹൂദരുടെ വ്യാപാര ഭാഷ അറമായ ഭാഷയായിരുന്നു. ദക്ഷിണേന്ത്യയിലും അറമായ ഭാഷ വ്യവഹാര ഭാഷയായി പ്രചരിച്ചിരുന്നു. അറമായ ഭാഷ ഈശോ മിശിഹായുടെ സംസാര ഭാഷയായിരുന്നല്ലോ. കൊടുങ്ങല്ലൂര്, പറവൂര്, കൊല്ലം, മുട്ടം, ചെക്കാട് തുടങ്ങിയ സ്ഥലങ്ങളിൽ യഹൂദ കോളനികൾ തന്നെ ഉണ്ടായിരുന്നു. ആ കോളനികളാവാം ദക്ഷിണേന്ത്യയിലേക്ക് വരാൻ മാർ തോമാസ് ലീഹയെ പ്രേരിപ്പിച്ച ഒരു കാരണം. ഒരു യഹൂദൻ എന്ന നിലയിൽ നിത്യരക്ഷയെപ്പറ്റി ആദ്യം യഹൂദരെ അറിയിക്കുവാൻ അദ്ദേഹത്തിന് കടമയുണ്ടായിരുന്നു. അതുകൊണ്ട് തോമാസ് ലീഹ സുവിശേഷം അറിയിച്ചത് ഭാരതത്തിലെ യഹൂദരോട് അവരുടെ ഭാഷയായ അറമായിലാണെന്നത് ഊഹിക്കാം. അദ്ദേഹം ആദ്യത്തെ സഭാ സമൂഹങ്ങൾ ആരംഭിച്ചത് തന്നെ ഇവിടുത്തെ യഹൂദ കോളനികളിലായിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹം ഭാരതത്തിലെ ഇതര സമുദായങ്ങളിലേക്ക് ശ്രദ്ധ തിരിച്ചത്. അദ്ദേഹം ബുദ്ധമതക്കാരെയും ഹിന്ദുക്കളെയും രക്ഷയുടെ മാർഗം അറിയിച്ചതിൽ ഏതാനും ബുദ്ധമതക്കാരും ഉൾപ്പെടുന്നു. ഇതുമൂലം ഭാരതത്തിലെ പുരാതന മാർത്തോമാ ക്രിസ്ത്യാനികളുടെ സമൂഹം യഹൂദ ക്രൈസ്തവരും മറ്റു ജനവിഭാഗങ്ങളിൽ നിന്ന് ക്രിസ്തുമതം സ്വീകരിച്ചവരും ഉൾക്കൊള്ളുന്നതാണെന്ന് കരുതാം.